അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ദിവസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ഒക്കെ ഇതുവരെ ജീവിതത്തിൽ ചെയ്തുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും പരിപൂർണമായി നമുക്ക് പുറത്തു തന്ന് മഗ്ഫിറത്ത് തന്ന അല്ലാഹു അനുഗ്രഹിക്കട്ടെ. രോഗങ്ങൾ, മറ്റു പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ എല്ലാത്തിനും ശിഫയും സലാമത്തും സമാധാനവും പടച്ചവൻ നസീബാക്കി അനുഗ്രഹിക്കട്ടെ. ശുദ്ധമായ ഹജ്ജ് ഉംറ സിയാറത്തിനു വേണ്ടി ഇതുവരെ പുറപ്പെട്ടവർ ഇനിയും നമ്മുടെ മഹലിൽ നിന്നും നമ്മളുമായി ബന്ധപ്പെട്ട് എല്ലാം വിശുദ്ധ ഹറമിലേക്ക് പുറപ്പെടുന്നവരുമായ ഈ വർഷത്തെ മുഴുവൻ ഹാജിമാർ, ഹജ്ജുമ്മമാർ, അല്ലാഹു എല്ലാ തൗഫീഖുകളും നൽകട്ടെ. മഖബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ സിയാറത്ത് നിർവഹിക്കാൻ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. മരിച്ചുപോയവർ, നമ്മുടെ കാരണവന്മാർ, പള്ളിയുടെ തൊട്ടടുക്കൽ പള്ളിക്കാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവർ, പടച്ചവൻ ഈ ദിവസത്തിൻ്റെ വെളിച്ചം നൽകി സ്വർഗീയ സന്തോഷത്തിലാക്കി അവരുടെ ഖബറുകൾ അനുഗ്രഹിക്കട്ടെ. നാളെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിക്കാൻ അവർക്കും നമുക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്കും സൗഭാഗ്യങ്ങൾക്കും പകരം അല്ലാഹുവിനെ ഓർക്കുകയും ശുക്ർ ചെയ്യുകയും ചെയ്യുമ്പോൾ പടച്ചവൻ ആ നിഅമത്തുകൾ നമുക്ക് നിലനിർത്തി തരികയും വർദ്ധിപ്പിച്ചു തരികയും ചെയ്യുമെന്നും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നന്ദികേടുകൾക്ക് പകരം അതികഠിനമായ പടച്ചവന്റെ ശിക്ഷയും കോപവുമാണ് നമുക്ക് കാത്തിരിക്കുന്നത് എന്നും പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നതാണ്. ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. ലഇൻ ശകർതും, നിങ്ങൾ നന്ദി ചെയ്യുന്നവരാണെങ്കിൽ, ശുക്ർ ചെയ്യുന്നവരാണെങ്കിൽ, ലഅസീദന്നകും, നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരും. വലയിൻ കഫർതും, നന്ദികേട് കാണിക്കുന്നവരാണെങ്കിൽ, ഇന്ന അദാബി ലശദീദ്, തീർച്ചയായും എൻ്റെ അദാബ്, എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ശിക്ഷ, അത് ലശദീദ്, അത് അതികഠിനമാണ്, അത് ഭയാനകരമാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നതാണ്. അല്ലാഹു ധാരാളം സൗഭാഗ്യങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും, അത് പല തട്ടിലാണെങ്കിലും ഏറ്റവ്യത്യാസത്തിലായിട്ടാണെങ്കിലും നമുക്കെല്ലാവർക്കും ധാരാളം അനുഗ്രഹങ്ങൾ പടച്ച റബ്ബ് ചൊരിഞ്ഞു തന്നിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങൾക്ക് നമ്മുടെ ഖൽബുകൊണ്ട്, മനസ്സുകൊണ്ട്, നമ്മുടെ നാവുകൊണ്ട്, നമ്മുടെ ശരീരം കൊണ്ട്, നമ്മുടെ സമ്പത്ത് കൊണ്ട് ഒക്കെ അള്ളാഹുവിനെ പകരം ഓർക്കാനും നന്ദി ചെയ്യാനും ശുക്ർ ചെയ്യാനും അതിനൊരു മുസ്ലിമിനതിന് സാധിക്കണം. അത് നമ്മുടെ ബാധ്യതയാണ് എന്നാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് മനസ്സുകൊണ്ടുള്ള ശുക്റാണ്, നമ്മുടെ ഖൽബ് കൊണ്ടുള്ള ശുക്ർ. ജീവിതത്തിൽ എന്തൊക്കെ അനുഗ്രഹങ്ങളാണോ ഉള്ളത്, സന്തോഷങ്ങളാണോ ഉള്ളത്, അതെല്ലാം എനിക്ക് തന്നത് പടച്ച റബ്ബാണ്, എൻ്റെ അല്ലാഹുവാണ്. എൻ്റെ രക്ഷിതാവ് എനിക്ക് അറിഞ്ഞ് തന്ന സൗഭാഗ്യങ്ങളാണ്, അനുഗ്രഹങ്ങളാണ് എൻ്റെ ജീവിതത്തിലുള്ളതെല്ലാം. അതല്ലാതെ എൻ്റെ കഴിവോ എൻ്റെ സാമർഥ്യമോ അതുകൊണ്ട് ഞാൻ നേടിയതല്ല. എന്നേക്കാൾ കഴിവുള്ളവരും സാമർഥ്യമുള്ളവരും ഒക്കെ ഉണ്ട്.
അവർക്കൊന്നും അള്ളാഹു നൽകാത്ത സൗഭാഗ്യങ്ങൾ അത് അള്ളാഹുവാണ് എനിക്ക് തന്നിട്ടുള്ളത്. എൻ്റെ ജീവിതത്തിലുള്ള അത്തരം അനുഗ്രഹങ്ങൾ അത് പടച്ച റബ്ബ് എനിക്ക് തന്നതാണ് എന്ന തിരിച്ചറിവ്, അതാണ് മനസ്സുകൊണ്ടുള്ള ഖൽബ് കൊണ്ടുള്ള നമ്മുടെ സൗഭാഗ്യങ്ങൾക്ക് പകരമായിട്ടുള്ള ശുക്ർ എന്നാണ്. ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു, റബ്ബേ, നീ എനിക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് കണക്കില്ലല്ലോ അല്ലാഹ്. നീ ധാരാളം അനുഗ്രഹങ്ങൾ, സൗഭാഗ്യങ്ങൾ എനിക്ക് ചൊരിഞ്ഞു തന്നിട്ടുണ്ടല്ലോ പടച്ചവനെ. ഈ ക്ലിപ്തമല്ലാത്ത അനുഗ്രഹങ്ങൾക്ക് പകരം ഞാൻ എങ്ങനെയാണ് നന്ദി ചെയ്യുക? എനിക്ക് എങ്ങനെ ശുക്ർ ചെയ്യാൻ സാധിക്കും? ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുകയാണ്, കണക്കില്ലാത്ത നിന്റെ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എങ്ങനെ ശുക്ർ ചെയ്യും റബ്ബേ എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ച് ദാവൂദ് നബിയോട് ചോദിച്ചു, യാ ദാവൂദ്, അലൈസ തഅലം അന്നല്ലദീ ബിക മിനൻ നിഅമി മിന്നി, നിനക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും അതിന്റെ പിന്നിലെ ഞാനാണ് നിനക്കതൊക്കെ തന്നത് എന്ന് നിനക്ക് ബോധ്യമില്ലേ ദാവൂദേ? നീ നിന്റെ സ്വന്തം അധ്വാനം കൊണ്ട് നേടിയതല്ല, നിന്റെ കഴിവ് കൊണ്ട്, തന്റെ ഇടം കൊണ്ട് ഉണ്ടാക്കിയതല്ല, ഞാൻ റബ്ബാകുന്ന ഞാനാണ് ഇതൊക്കെ തന്നത് എന്ന ബോധ്യം നിനക്കില്ലേ ദാവൂദേ? ബലായ റബ്ബി, ഉണ്ട് റബ്ബേ, ഇതൊന്നും എന്റെ കഴിവല്ല, എല്ലാം നീ തന്നതാണ്. ആ തിരിച്ചറിവ് എനിക്കുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫഇന്നി അർലാ ബിദാലിക മിൻക, ദാവൂദേ, പകരം നിന്നിൽ നിന്നുള്ള ശുക്റായിട്ട് എനിക്ക് അത് മതി ദാവൂദേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി കൊടുക്കുക. ഇതെല്ലാം നീ തന്നതാണ് റബ്ബേ എന്നൊരു തിരിച്ചറിവുണ്ടെങ്കിൽ അത് തന്നെ ഏറ്റവും വലിയ ശുക്റാണ്, ഏറ്റവും വലിയ ശുക്റാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയിഷ ബീവി റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മാ അൻഅമല്ലാഹു അസ്സ വജല്ല അലാ അബ്ദിൻ നിഅമതൻ ഫഅലിമ അന്നഹാ മിൻ ഇൻദില്ലാഹ്. ഒരു അടിമയ്ക്ക് അല്ലാഹു കുറെ സൗഭാഗ്യങ്ങൾ, അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുക്കുകയും ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം അല്ലാഹു തന്നതാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്താൽ ഇല്ലാ കതബല്ലാഹു ബിശുക്രിഹ, അതിന് പകരമുള്ള ശുക്റായി, നന്ദിയായി അല്ലാഹു അതിനെ രേഖപ്പെടുത്തും. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി, നമുക്ക് അല്ലാഹു തന്ന നിഅമത്തുകളെ, അനുഗ്രഹങ്ങളെ ഇത് നമ്മൾ അംഗീകരിക്കുക എന്നുള്ളത്, തിരിച്ചറിയുക എന്നുള്ളത്, അത് തന്നെ ഏറ്റവും വലിയ ശുക്റാണ്. എനിക്കൊന്നും ഒന്നുമില്ല, ഉള്ളതൊക്കെ അവർക്കാണ്. ഞങ്ങൾക്കൊന്നും ഒന്നുമില്ല, കൊടുത്തിരിക്കുന്നതെല്ലാം അവർക്കാണ്, ആ ആളുകൾക്കാണ്. അത് തന്നെ, ആ വാക്ക് തന്നെ ഏറ്റവും വലിയ നന്ദികേടാണെന്നാണ്. ആ വാക്ക് തന്നെ പല ആളുകളും താഴെ തട്ടിൽ നിന്ന് മുകളിലേക്ക് കയറി വരാത്തതിന്റെ ഏറ്റവും വലിയ കാരണവും ആ ചിന്താഗതി തന്നെയാണ്. നന്ദികേടിന്റെ വാക്കാണ്. വലഇൻ കഫർതും, നിങ്ങൾ നിന്ന് നന്ദികേടാണെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടൂല. പരിശുദ്ധമായ ഖുർആൻ അവരിലേക്ക് മാത്രം നോക്കി, മുകളിലുള്ളവരിലേക്ക് മാത്രം നോക്കി അല്ലാഹു നമുക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ തിരിച്ചറിയാതെ പോകുക എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ നന്ദികേടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാക്കട്ടെ. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ, നിങ്ങൾ രണ്ട് വിഭാഗങ്ങൾക്ക് അല്ലാഹു ചൊരിഞ്ഞു തന്നിട്ടുള്ള ഏതേത് നിഅമത്തുകളെയാണ് നിങ്ങൾക്ക് നിഷേധിക്കാൻ സാധിക്കുക? അർ-റഹ്മാൻ സൂറത്ത് 78 ആയത്തുകളുണ്ട്. അതിൽ 31 ആയത്തും ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ, ഇങ്ങനെ ആവർത്തിച്ച് നമ്മൾ ഓതുവാണ്. 78 ആയത്തുകളിൽ 31 ആയത്തുകളും ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ.
ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള ഏതേത് നിഅമത്തുകളെയാണ് നിങ്ങൾ രണ്ട് വിഭാഗത്തിനും നിഷേധിക്കാൻ സാധിക്കുക? രണ്ട് വിഭാഗം എന്ന് പറഞ്ഞാൽ ജിന്നുവർഗവും മനുഷ്യവർഗവും. ജിന്നുവർഗവും മനുഷ്യവർഗവും. ഈ ജിന്നുവർഗം മനുഷ്യവർഗം ഈ രണ്ട് വിഭാഗം ഞാൻ നിങ്ങൾക്ക് എത്ര അനുഗ്രഹങ്ങളാണ് ചെയ്ത്, അതിൽ ഏതിനെയാണ് നിങ്ങൾക്ക് നിഷേധിക്കാൻ സാധിക്കുക? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിന് ഈ ആയത്ത് ഓതി കേൾപ്പിച്ചപ്പോൾ അവർ നിശബ്ദരായിരിക്കുന്നത് കണ്ട് റസൂൽ സഹാബത്തിനോട് ചോദിച്ചു, നിങ്ങൾ എന്തേ നിശബ്ദരായിരിക്കുന്നത്? നിങ്ങൾ മൗനമായിരിക്കുന്നതെന്തേ? ജിന്നുകൾക്ക് ഞാൻ ഈ ആയത്ത് ഓതി കേൾപ്പിച്ചപ്പോൾ അവർ മറുപടി പറഞ്ഞത്, വലാ ബിശൈഇൻ മിൻ നിഅമത്തി റബ്ബിനാ നുകദ്ദിബ്. ഞങ്ങളുടെ റബ്ബ് ഞങ്ങൾക്ക് തന്ന ഒരു നിഅമത്തിനെയും ഒരു അനുഗ്രഹങ്ങളെയും ഞങ്ങൾ നിഷേധിക്കുന്നവരല്ല, അതിനെ ഞങ്ങൾ മറക്കുന്നവരല്ല, ഞങ്ങളതിനെ നിഷേധിക്കുന്നവരല്ല. ജിന്നുകൾക്ക് ഞാൻ ഈ ആയത്ത് ഓതി കേൾപ്പിച്ചപ്പോൾ ആയത്തിനു മറുപടിയായിട്ട് അവര് പറഞ്ഞത് അതാണ്. നിങ്ങൾ എന്തേ ഒരു മറുപടിയും പറയാത്തത്? റസൂൽ സഹാബത്തിനോട് ചോദിച്ചു എന്നാണ്. അല്ലാഹുവിൻ ചെയ്തു തന്ന ഏത് നിഅമത്തുകളെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത് ചോദിച്ചപ്പോ ഒന്നുമില്ല അല്ലാ, ഒരു നിഅമത്തിനെയും ഞങ്ങൾ നിഷേധിക്കുന്നില്ല. നീ തന്ന നിഅമത്തുകളെല്ലാം ഞങ്ങൾ ഓർക്കുന്നവരാണ്, ഞങ്ങൾ സ്മരിക്കുന്നവരാണ്, ഞങ്ങൾ ശുക്ർ ചെയ്യുന്നവരാണ് റബ്ബേ എന്ന് മറുപടി കൊടുക്കണമെന്നാണ്. ആദ്യം അള്ളാഹു നമുക്ക് തന്ന നിഅമത്തുകളെ തിരിച്ചറിയുക എന്നുള്ളത് അള്ളാഹുവാണ് തന്നിട്ടുള്ളത്. അത് തന്നെ നമ്മുടെ ഖൽബ് കൊണ്ട്, നമ്മുടെ മനസ്സുകൊണ്ട് ചെയ്യാനുള്ള ഏറ്റവും വലിയ ശുക്റാണ്. പലരും പുറത്തു പോകുന്നുണ്ട്, മുകളിലുള്ളവരിലേക്ക് മാത്രം നോക്കിയിട്ട് നമുക്കൊന്നുമില്ല. അവനെല്ലാം ഉണ്ട്, കമ്പനികളുണ്ട്, വലിയ വലിയ വാഹനങ്ങളുണ്ട്, ഇതിലെങ്ങനെ ചീറിപ്പായാണ്. നമുക്കൊന്നുമില്ല. നമുക്ക് അല്ലാഹ് തന്ന മക്കൾ, അത് തന്നെ എന്ത് വലിയ അനുഗ്രഹമാണ്. മക്കളില്ലാത്തവർ സങ്കടത്തോടെ ജീവിതം മുഴുവൻ, ഒരായുസ് മുഴുവനും സങ്കടത്തോടെ ഒറ്റപ്പെട്ട് കഴിയുന്ന എത്ര ആളുകൾ. അവർക്കിടയിൽ അള്ളാഹു നമുക്ക് മക്കളെ എന്ത് വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് അത് തിരിച്ചറിഞ്ഞ് നമ്മൾ അള്ളാഹുവിനെ മനസ്സുകൊണ്ട്, പടച്ചവനാണ് എനിക്ക് തന്ന, എനിക്ക് അല്ലാഹ് തന്നിട്ടുണ്ട്, എനിക്ക് അല്ലാഹ് തരാതിരുന്നിട്ടില്ല എന്ന തിരിച്ചറിവ്, ഇത് തന്നെ ഏറ്റവും വലിയ ശുക്റാണ്. നാവ് കൊണ്ടുള്ള ശുക്ർ അൽഹംദുലില്ലാഹ് എന്ന് എപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ വീട് കാണുമ്പോൾ അൽഹംദുലില്ലാഹ്, നമ്മുടെ കമ്പനി കാണുമ്പോൾ അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും, അത് പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ വാഹനം കാണുമ്പോ അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ നീ എനിക്ക് തന്ന സൗഭാഗ്യമാണ്, അനുഗ്രഹമാണ്, പകരം നിനക്കാണ് സർവസ്തുതിയും റബ്ബേ. അതാണ് നാവ് കൊണ്ട് നമുക്ക് ചെയ്യാനുള്ള, നമ്മൾ ചെയ്യേണ്ട ശുക്രതാണ്. എപ്പോഴും നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ വീട് കാണുമ്പോ എപ്പോഴെങ്കിലും നമ്മൾ ആ വീട് കണ്ടിട്ട് അൽഹംദുലില്ലാഹ്, പടച്ചോനെ നീ എനിക്ക് ചെയ്ത നിഅമത്താണല്ലോ. ഈ ദുനിയാവിൽ ഒരു മനുഷ്യൻ അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ പെട്ടതാണ് സ്വന്തമായിട്ടൊരു വീട്. ചെറുതോ വലുതോ, റൂമുകളുടെ എണ്ണം കൂടുതലോ കുറവോ അതൊക്കെ വേറെ. സ്വന്തമായിട്ട് 3 സെന്റ് 4 സെന്റ് 5 സെന്റ് ഒരു സ്ഥലവും അതിലൊരു വീടുണ്ടാകുക വല്ലാത്ത അനുഗ്രഹമാണ്. ആ വീട് കണ്ടിട്ട്, സ്വന്തം വീട് കണ്ടിട്ട് അൽഹംദുലില്ലാഹ്, പടച്ചോനെ നീ എനിക്ക് ചെയ്ത അനുഗ്രഹമാണ്, നിനക്ക് ഞാൻ ശുക്ർ ചെയ്യാൻ, നിനക്കാണ് സർവസ്തുതിയും. ഹംദ് പറയുക എന്നുള്ളത് തന്നെ വലിയൊരു ശുക്റാണ്. അനസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, മാ അൻഅമല്ലാഹു അസ്സ വജല്ല അലാ അബ്ദിൻ നിഅമതൻ, ഒരു മനുഷ്യൻ അല്ലാഹു ഒരു അനുഗ്രഹം ചെയ്തു കൊടുത്തു, ഫഖാല അൽഹംദുലില്ലാഹ്, എന്നിട്ട് ആ മനുഷ്യൻ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ, ഇല്ലാ കാനൽ ഹംദു അക്സറ മിനൻ നിഅമ, ആ ഹംദ് അവന്റെ ആ നിഅമത്തിനെ, അനുഗ്രഹത്തിനെ വർദ്ധിപ്പിക്കാതിരിക്കില്ല. ആ ഹംദിലൂടെ, ആ സ്തുതിയിലൂടെ എന്ത് അനുഗ്രഹമാണോ അള്ളാഹു ചെയ്തു കൊടുത്തു, അത് അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കും. ആ അനുഗ്രഹം അള്ളാഹു നിലനിർത്തി കൊടുക്കും, വർദ്ധിപ്പിച്ചു കൊടുക്കും. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ നിസ്സാരാണ്. നമ്മൾ വീട് കാണുമ്പോൾ അൽഹംദുലില്ലാ പറയാ, കമ്പനി കാണുമ്പോൾ അൽഹംദുലില്ലാ പറയാ, മക്കളെ കാണുമ്പോൾ അൽഹംദുലില്ലാ പറയാ, വാഹനം കാണുമ്പോൾ അൽഹംദുലില്ലാ പറയാ. നിസ്സാരമായ അമലാണ്. പക്ഷേ അതിന് പകരം അള്ളാഹു നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിട്ടുള്ളത് വലിയ കൂലിയാണ്, വലിയ പ്രതിഫലാണ്. ബാത്റൂമിൽ നിന്ന് അല്ലെങ്കിൽ ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങുമ്പോ നമ്മൾ പറയണം ഗുഫ്രാനക അൽഹംദുലില്ലാ എന്ന് പറയണം. ഗുഫ്രാനക അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിയൽ അദാ വഅഫനി എന്ന് പറയണം. അൽഹംദുലില്ലാ എന്ന് പറയണം. പടച്ചവനെ, എന്റെ എല്ലാ പ്രയാസങ്ങളും അസ്വസ്ഥതകളും എല്ലാം മാറ്റി തന്നു നീ എനിക്ക്, അതുകൊണ്ട് അൽഹംദുലില്ലാ, നിനക്കാണ് സർവസ്തുതിയും. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. മൂത്ര തടസ്സം, നിരന്തരമായിട്ട് മൂത്ര തടസ്സം അല്ലെങ്കിൽ മലബന്ധം അതിന് തടസ്സം വന്നിട്ട് നമുക്ക് വന്നു പോയാൽ ജീവിതം തന്നെ താളം തെറ്റിപ്പോകും. നമ്മൾക്ക് എത്ര കോടിയുണ്ട്, എന്തൊക്കെ ഉണ്ട്, എന്തൊക്കെ സൗകര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ജീവിതം പിന്നെ താളം തെറ്റി ഒന്നിനും നമുക്ക് സാധിക്കൂല. സന്തോഷത്തോടെ ഒരു ദിവസം പോലും ജീവിക്കാൻ നമുക്ക് സാധിക്കൂല. അതിലൊരു ചെറിയൊരു തടസ്സം വന്നാൽ നന്നായിട്ട് മൂത്രമൊഴിക്കാൻ തോന്നുന്നുണ്ട്, പക്ഷെ കഴിയണില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, നമുക്ക് സാധിക്കണില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ വന്നാൽ അതുകൊണ്ട് മുമ്പ് പറയണം, വെളിയിലിറങ്ങിയിട്ട് ഗുഫ്രാനക അൽഹംദുലില്ലാ, അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും. ഈ പ്രയാസങ്ങളില്ലാതെ എനിക്കിതിന് അവസരം തന്ന റബ്ബേ നിനക്കാണ് സർവസ്തുതിയും എന്നൊരു മുസ്ലിമായ മനുഷ്യൻ പറയണം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ വിഷയത്തിൽ പ്രയാസങ്ങളില്ലാതെ, പ്രതിസന്ധികളില്ലാതെ, തടസ്സങ്ങളില്ലാതെ നമുക്കത് നമ്മുടെ മരണം വരെ നിർവഹിക്കാൻ സാധിക്കുമെന്നാണ്. അള്ളാഹു അതിനുള്ള അവസരം നമുക്ക് തരും. അത് ശുക്റാണ്, അൽഹംദുലില്ലാ എന്നുള്ളത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ അവയവങ്ങൾ കൊണ്ട്, നമ്മുടെ ശരീരം കൊണ്ട്, നമ്മുടെ സമ്പത്ത് കൊണ്ട് എല്ലാം നമ്മൾ ശുക്ർ ചെയ്യണം. നമ്മുടെ അവയവങ്ങൾ, നമ്മുടെ സമ്പത്ത് അള്ളാഹുവിന്റെ പൊരുത്തത്തിലായിട്ട് നമുക്ക് ചെലവ് ചെയ്യാൻ സാധിക്കണം. അള്ളാഹുവിന് പൊരുത്തമില്ലാത്ത വഴികളിലൂടെ സഞ്ചരിക്കാതിരിക്കുക. ശരീരം കൊണ്ടാകട്ടെ, നമ്മുടെ സമ്പത്ത് കൊണ്ടാകട്ടെ. നിസ്കാരങ്ങൾ ഖളാ ആക്കിയിട്ട് ദുന്യാവിൽ നെട്ടോട്ടമോടുന്ന ആളുകൾ ദുന്യാവിലെ സന്തോഷത്തിന് വേണ്ടിയാണ്. ഇതൊക്കെ ഈ ഓട്ടം മുഴുവൻ ഓടുന്നത് അതിനു വേണ്ടിയാണ്, മക്കളുടെ സന്തോഷത്തിന് വേണ്ടിയാണ്. സുബഹ് നിസ്കരിക്കാതെ, ളുഹർ നിസ്കരിക്കാതെ, അസ്ർ നിസ്കരിക്കാതെ, അല്ലെങ്കിൽ ഇതൊക്കെ പലപ്പോഴും ഖളാ ആക്കിയിട്ട് ദുന്യാവിന് വേണ്ടി ഇങ്ങനെ ഓടുന്ന ചിലർ. എന്തിനു വേണ്ടി? എന്ത് നേടിയെടുക്കാൻ? ദുന്യാവ് നേടിയെടുക്കാൻ, ദുന്യാവിലെ സന്തോഷം നേടിയെടുക്കാൻ. ലൈൻ ശകർത്തും ലഅസീദന്നകും, നിങ്ങളുടെ ദുന്യാവിലെ സന്തോഷവും സമാധാനവും സ്വസ്ഥതയും അത് നിലനിൽക്കണമെങ്കിൽ, അത് നീണ്ടു നിൽക്കണമെങ്കിൽ നിങ്ങൾ എന്നെ ഓർക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ്, എന്നെ മറന്നിട്ട് എന്ത് ചെയ്താലും, അള്ളാഹുവിനെ മറന്നിട്ട് എന്ത് ചെയ്താലും, അത് എന്തൊക്കെ സ്വപ്നം കണ്ടിട്ടാണെങ്കിലും അതൊക്കെ വെറുതെയാണ്. അതൊക്കെ നിങ്ങളുടെ വെറും സ്വപ്നങ്ങൾ മാത്രമാണ്, പേക്കിനാവുകൾ മാത്രമാണ്. അതൊന്നും നടക്കാൻ പോകുന്നതല്ല. എന്നെ ഓർത്ത് നിങ്ങൾ നടന്നാൽ, നിങ്ങൾ പ്രയത്നിച്ചാൽ, നിങ്ങൾ പരിശ്രമിച്ചാൽ അതിന് നിങ്ങൾക്ക് പകരം സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ നമുക്ക് പറയുന്നതാണ്, നമ്മളിൽ കണ്ണ് തുറക്കാത്തവരുടെ കണ്ണ് തുറക്കണം. അല്ലാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ നമ്മൾ ഓർക്കണം. ഫലസ്തീനിലേക്കൊക്കെ നമ്മൾ നോക്കുമ്പോ, അവിടെ നടക്കുന്ന സംഭവങ്ങൾ നമ്മൾ കാണുമ്പോ, അതിന്റെ വീഡിയോ ഒക്കെ നമ്മൾ കാണുമ്പോ, ആ വാർത്തകൾ നമ്മളൊക്കെ കേൾക്കുമ്പോ, അവരുമായിട്ടൊക്കെ താരതമ്യം ചെയ്യുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ദുന്യാവിൽ ചെയ്തു തന്നിട്ടുള്ള സൗഭാഗ്യങ്ങളുടെ വലുപ്പം നമുക്ക് അപ്പോഴാണ് മനസ്സിലാകുന്നത്. ഈ ദുന്യാവിലെ നരകമായിട്ട് മാറിപ്പോയിരിക്കുകയാണ് ഫലസ്തീൻ, പ്രത്യേകിച്ച് ഗസ എന്നൊക്കെ ഉള്ളത്. നമ്മുടെയൊക്കെ നാട്ടിൽ എന്തൊക്കെ ആശങ്കകൾ നമ്മൾ പങ്കുവെക്കുന്നുണ്ടെങ്കിലും അവരുമായിട്ടൊക്കെ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ നമ്മളൊക്കെ സ്വർഗത്തിലാണ്. ദുന്യാവിലെ നരകാണ് ആ നാട്. അങ്ങനെ ആയി മാറിപ്പോയേക്കാണ്. വെറും 50 കിലോമീറ്റർ നീളം, ഗസ എന്ന് പറഞ്ഞാൽ 50 കിലോമീറ്റർ നീളം, 6 കിലോമീറ്റർ മുതൽ 10-11 കിലോമീറ്റർ വരെ വീതിയിൽ നീണ്ടു കിടക്കുന്ന ഫലസ്തീനിന്റെ ഒരു കഷണമാണിത്.
ഇവിടുന്ന് പാനിപ്രയിൽ നിന്ന് എറണാകുളം വരെയുള്ള നീളം അത്രേ ഉള്ളൂ ഈ ഗസ എന്ന് പറയുന്നത്. പാനിപ്രയിൽ നിന്ന് എറണാകുളം വരെ ഏകദേശം 50 കിലോമീറ്റർ നീളം, വീതിയോ 6 കിലോമീറ്റർ. ഭൂരിഭാഗം സ്ഥലത്തും 6 കിലോമീറ്റർ, ചില സ്ഥലത്ത് 7, 8 അങ്ങനെ ഒരു 10, 11 ഒക്കെ കിലോമീറ്റർ വരെ വീതിയിൽ നീണ്ടു കിടക്കുന്ന ഒരു ചെറിയൊരു പ്രദേശം. ആ പ്രദേശത്തിലേക്കാണ് കഴിഞ്ഞ വർഷം മുതൽ, എത്ര മാസമായി? കഴിഞ്ഞ വർഷം മുതൽ മാസങ്ങളായി ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശേഷിയുള്ള, ആയുധ ശേഷിയുള്ള ഇസ്രയേൽ എന്ന രാജ്യം അവരുടെ ഏറ്റവും വലിയ പടക്കോപ്പുകൾ, ഏറ്റവും ഉഗ്രശേഷിയുള്ള, പ്രഹരശേഷിയുള്ള ബോംബുകളും മിസൈലുകളും വർഷിച്ച് ഇങ്ങനെ കൂട്ടക്കുരുതി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങേ അറ്റത്തുനിന്നാണ് തുടക്കം. ഗസയുടെ ഏറ്റവും ഇങ്ങേ അറ്റത്ത് നിന്ന് അന്ന് അവര് പറഞ്ഞു, ജൂതന്മാര് പറഞ്ഞു സിവിലിയന്മാരോട്, സാധാരണക്കാരോട്, നിങ്ങൾ മറ്റു പ്രദേശങ്ങളിലേക്ക്, സുരക്ഷിതമായ പ്രദേശങ്ങളിലേക്ക് നിങ്ങൾ പലായനം ചെയ്യണം. നിങ്ങളിവിടെ മിസൈൽ വർഷിപ്പിക്കാൻ പോവാൻ, നിങ്ങൾ ബോംബ് വർഷിക്കുകയാണ്, നിങ്ങൾ മറ്റു പ്രദേശങ്ങൾ, ഗസയുടെ മറ്റു പ്രദേശങ്ങൾ, അങ്ങേ അറ്റത്താണ് റഫ കിടക്കുന്നത്, അങ്ങേയറ്റം ഈജിപ്തിന്റെ ബോർഡറാണ്, അങ്ങോട്ടൊക്കെ നിങ്ങൾ പലായനം ചെയ്യണം എന്ന് പറഞ്ഞ് ഈ സൈഡ് മുതൽ ബോംബ് വർഷിച്ച്, മിസൈലുകൾ വർഷിച്ച് ആ രാജ്യം, ആ രാജ്യത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും കോൺക്രീറ്റ് ബിൽഡിങ്ങുകളുടെ, തകർക്കപ്പെട്ട കോൺക്രീറ്റ് ബിൽഡിങ്ങുകളുടെ വേസ്റ്റുകൾ മാത്രമായി ഇന്ന് മാറിപ്പോയേക്കാണ്. ആളുകളെ കൂട്ടക്കൊര ചെയ്തു, വീടുകൾ മുഴുവനും നശിപ്പിച്ചു, ഹോസ്പിറ്റലുകൾ, സ്കൂളുകൾ എല്ലാം നശിപ്പിച്ച് നാമാവശേഷമാക്കി. അവസാനം ഓരോ പ്രദേശങ്ങളും തകർത്ത്, ബോംബിട്ട്, മിസൈലിട്ട് തകർത്ത് ആളുകളെ കൊന്ന്, ഈ ആളുകൾ മുഴുവനും പലായനം ചെയ്യുന്ന ആളുകളുടെ മുകളിലേക്ക് മിസൈലുകൾ വർഷിച്ച് അവരെ കൂട്ടക്കുരുതി ചെയ്ത് അവസാനം ലക്ഷക്കണക്കിന് ആളുകൾ ഗസയുടെ അങ്ങേയറ്റത്ത്, ജൂതന്മാര് തന്നെ ഏറ്റവും സുരക്ഷിതമായ മേഖല എന്ന് പറഞ്ഞ റഫയിൽ ലക്ഷക്കണക്കിന് ആളുകൾ ടെന്റ് കെട്ടി അഭയാർത്ഥികളായിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ അടുത്ത ദിവസങ്ങളിൽ ആ ടെന്റുകളുടെ മുകളിലേക്ക് ഉഗ്രശേഷിയുള്ള ബോംബും മിസൈലുകളും വർഷിച്ച് അവരെ ചുട്ടുകൊന്നുകൊണ്ടിരിക്കുകയാണ്. ദുആ ചെയ്യാനേ നമുക്ക് കഴിയൂ. അള്ളാഹു സഹായിക്കട്ടെ, പടച്ചവൻ സഹായിക്കട്ടെ. അള്ളാഹുവേ, നീ അവരെ സഹായിക്കണേ തമ്പുരാനെ. നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകളിൽ അവരുണ്ടാകണം. നമ്മൾ ദുആ ചെയ്യാൻ പോലും മറന്നുപോവാ, ഞാനും നിങ്ങളും ഒക്കെ. നമ്മളത് മറക്കാണ്, നമുക്കത് വിഷയമല്ലാതായി മാറിയേക്കാണ്, നമുക്കത് വിഷയമല്ലാതായി മാറിപ്പോയി. പക്ഷേ അവിടുത്തെ പാവപ്പെട്ട പച്ചയായ നമ്മുടെ സഹോദരങ്ങൾ അനുഭവിക്കുന്ന വേദനയും പ്രയാസങ്ങളും ലോകത്ത് തുല്യതയില്ലാത്തതാണ്. അള്ളാഹുവേ, നീ അവരെ സഹായിക്കണേ. നീ അവർക്ക് ഇസ്സത്ത് കൊടുക്കണേ പടച്ചവനെ. നിന്റെ കാവലും നിന്റെ സംരക്ഷണവും കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെയും അവരുടെയും ശത്രുക്കളെ നീ നശിപ്പിക്കണേ അല്ലാ. ദുആ ചെയ്യാനേ പറ്റൂ. അള്ളാഹു സഹായിക്കട്ടെ. നമ്മൾ ഓർക്കണം, അവരൊക്കെ ആയിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമ്മളൊക്കെ സ്വർഗത്തിലാണ്. എത്ര അള്ളാഹുവിന് ശുക്ർ ചെയ്താലും, എത്ര പടച്ചവനെ ഓർത്താലും, എത്ര സുജൂദിൽ കടന്നാലും, എന്തൊക്കെ ആശങ്കകൾ നമ്മൾ ജീവിക്കുന്ന രാജ്യത്തുണ്ടെങ്കിൽ പോലും ആ ആശങ്കകൾക്കിടയിലും നമ്മളൊക്കെ സ്വർഗത്തിലെന്ന് പറയേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കട്ടെ, നമ്മെ സഹായിക്കട്ടെ. സ്വസ്ഥതയോടെ, സമാധാനത്തോടെ, ഈമാനോടെ, ഇബാദത്തോടെ ജീവിക്കാൻ, മരണം വരെ ജീവിക്കാൻ, നമ്മുടെ തലമുറകൾക്കും ജീവിക്കാൻ അല്ലാഹു എല്ലാ തൗഫീഖുകളും പ്രദാനിക്കട്ടെ. നമ്മൾ ചെയ്യേണ്ടത് അല്ലാഹുവിനെ മറക്കാതിരിക്കുക. എല്ലാ നിലക്കും നമ്മുടെ സമ്പത്ത് കൊണ്ട് ചെയ്യാനുള്ള ഏറ്റവും വലിയ ശുക്റാണ് ഉളഹിയത്ത്. അതുകൂടി പറഞ്ഞു നിർത്താൻ. സമ്പത്ത് കൊണ്ട് ചെയ്യാനുള്ള ഉളുഹിയത്തിന് വേണ്ടി തയ്യാറെടുക്കേണ്ട സമയങ്ങളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗുരുവിനെ നോക്കാനും അന്വേഷിക്കാനും ഒക്കെ 7 പേരിൽ ഒരാളായി ഷെയർ ചേർന്നിട്ടാണെങ്കിലും നമ്മളത് ചെയ്തേ തീരൂ. പിന്നോട്ട് പോകരുത്. നമ്മുടെ സമ്പത്തിനുള്ള അള്ളാഹുവിന്റെ ശുക്റാണ്. അത് നിലനിൽക്കാൻ, അത് നമുക്ക് ഉപകാരപ്പെടാൻ, അത് നമ്മുടെ മക്കൾക്ക് ഉപകാരപ്പെടാൻ, നമ്മുടെ തലമുറകൾക്ക് ഉപകാരപ്പെടാൻ, ഖബറിൽ പോയി കിടക്കുമ്പോ അവിടെ നമുക്ക് ഉപകാരപ്പെടാനുള്ള ഏറ്റവും വലിയ ശുക്റാണ്. 7ൽ 1 ആയിട്ട് ഷെയർ ചേർന്നിട്ടാണെങ്കിലും അത് ചെയ്യാൻ സാധിക്കുന്നവർ അത് ചെയ്യാൻ പിന്നോട്ട് പോകരുത്. ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ തന്നെ ചെയ്യണം. ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നവർ, നമ്മൾ കാലങ്ങളായി ചിലപ്പോ
സഹോദരങ്ങളൊക്കെ കൂടി ഷെയർ ചേർന്ന് ചെയ്യുന്നതായിരിക്കും നമ്മൾ. അന്നത്തെ കാലത്ത് ചിലപ്പോൾ നമുക്ക് അങ്ങനെ പറ്റും, ഇന്ന് അങ്ങനെയല്ല. നമുക്ക് ഒറ്റയ്ക്ക് ചിലപ്പോൾ നമുക്ക് സാധിച്ചേക്കും. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ മറ്റുള്ളവരൊക്കെ ആയിട്ട് സംസാരിച്ചിട്ട് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാൻ അങ്ങനെ ഒറ്റയ്ക്ക് നമ്മൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഉരുവിനെ വാങ്ങി അത് പല ഷെയറാക്കി ഒന്ന് നമുക്ക് നമ്മുടെ ഭാര്യയുടെ പേരിൽ, മറ്റൊന്ന് മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവരുടെ പേരിൽ, മക്കളുണ്ടെങ്കിൽ അവരുടെ പേരിൽ, വീട്ടിലുള്ള അംഗങ്ങളുടെ പേരിൽ 7 പേര് വരെ ഷെയർ ചേർന്ന് ഒരു ഉരുവിനെ നമുക്കിറക്കാൻ സാധിക്കും. എല്ലാവർക്കും, വീട്ടിലുള്ള 7 പേര് വരെ എല്ലാവർക്കും ഉളഹിയത്തിന്റെ കൂലി ലഭിക്കും. അങ്ങനെ 7-1 ഷെയർ ചേർന്നിട്ടാണെങ്കിൽ അങ്ങനെ 7-1, 6-1, 5-1, 4-1, 3-1, 2-1 എങ്ങനെയാണെങ്കിലും ഷെയർ ചേർന്നിട്ടാണെങ്കിൽ അങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നവർ ആ ഒറ്റയ്ക്ക് തന്നെ. ആരും പിന്നോട്ട് പോകരുത്. നമ്മുടെ സമ്പത്തിന്, നമുക്ക് അള്ളാഹു തന്ന സൗഭാഗ്യങ്ങൾക്കുള്ള ശുക്രാണ്, അള്ളാഹുവിനുള്ള ശുക്രാണ്. അതൊക്കെ നമുക്ക് ഉപകാരപ്പെടാൻ ദുനിയാവിലും ആഖിറത്തിലും. എല്ലാവരും ആ വിഷയത്തിൽ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഉളഹിയത്തുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങളുണ്ടെങ്കിൽ ആ സംശയങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് തന്നെ നമ്മൾ അമലുമായി ബന്ധപ്പെടണം എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. നേരത്തെ വാങ്ങി കൊണ്ടുവന്ന് അതിനെ നമ്മുടെ മക്കളെയും പേരക്കുട്ടികളെയും നോക്കും പോലെ നോക്കിയിട്ട് പെരുന്നാൾ ദിവസമാകുമ്പോ അതിന്റെ കഴുത്തിലേക്ക് കത്തിവച്ച് അറുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം മകന്റെ, മകളുടെ, പേരക്കുട്ടിയുടെ കഴുത്തിൽ കത്തിവച്ച് അറുക്കുന്ന ഒരു പ്രതീതിയിലേക്ക്, അത്ര വലിയ ആത്മബന്ധം ആ ഉരുവുമായിട്ട് നമുക്കുണ്ടായി. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഉളഹിയത്ത് അറക്കണം. അതാണ് അതിന്റെ ശരിയായ രീതി എന്നാണ്. അങ്ങനെ ഒരു ബന്ധം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.